ഇന്ന് ചേർന്ന മുഷാവറയും പിന്നെ സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ചുകൊണ്ടുള്ള പ്രത്യേകമാവുന്ന ഒരുപാട് കാര്യങ്ങൾക്കുള്ള പറ്റി ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന്, തമിഴ്നാട്ടിൽ ഒരു പൊതുസമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ ഡേറ്റ് പിന്നീട് പ്രഖ്യാപിക്കും. പിന്നെ ഡിസംബർ 19 മുതൽ 28 വരെ ഉള്ള ഒരു സന്ദേശയാത്ര കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരും മറ്റുമെല്ലാം കൂടി ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ നടത്തുന്നൊരു സന്ദേശയാത്ര ഉണ്ട്. അത് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മംഗലാപുരത്ത് നിന്ന് അവസാനിക്കും. ഓരോ ജില്ലകളിലും ഓരോ സ്വീകരണങ്ങളുണ്ടാവും. മലപ്പുറം ജില്ലയിൽ 2 സ്ഥലത്ത് വെച്ചും സ്വീകരണം ഉണ്ടാവും. പിന്നെ കൊടകിലേക്ക് ഈ യാത്ര പോകാത്തതുകൊണ്ട് ഈ വരുന്ന 29-ാം തീയതി കൊടകിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേകമാവുന്ന സമ്മേളനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്, 29-ാം തീയതി. പിന്നെ വിദേശത്തുള്ള എല്ലാ രാജ്യങ്ങളിലും, പിന്നെ ദുബായിൽ നടത്തിയതുപോലെ ബഹ്റൈനിൽ അടുത്ത 5-ാം തീയതി നടത്തപ്പെടും, ഡിസംബർ 5-ന്. അതുപോലെ ഒമാനിൽ നടത്തപ്പെടും. മറ്റ് പല സ്ഥലങ്ങളിലും അതിൻ്റെ ഡേറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. ഇത് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഒമാനിൽ 28-നും ബഹ്റൈനിൽ 5-നും നടത്തപ്പെടും. അപ്പോൾ ആ നിലക്ക് പ്രവർത്തനങ്ങളൊക്കെ സജീവമായും കൊണ്ട് നടന്നിരിക്കുകയാണ്. ഇതിന് എല്ലാവരുടെ ഭാഗത്തുനിന്നും എല്ലാ നിലക്കുള്ള സഹകരണം ഉണ്ടാവണം. അത് മാധ്യമങ്ങളിൽ നിന്ന്, മാധ്യമപ്രവർത്തകരിൽ നിന്ന്, എല്ലാ മാധ്യമങ്ങളിൽ നിന്നൊക്കെ എല്ലാ നിലക്കുള്ള സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ഉണ്ടാവണം. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് അടുത്ത ദിവസം ഒരു മാധ്യമ സെമിനാർ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റും പിന്നീട് പ്രഖ്യാപിക്കുന്നതാണ്. അതിനെ കോഴിക്കോട് കഴിഞ്ഞില്ലേ? പുതിയ അംഗങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ല, അതൊന്നും ഇപ്പം നമ്മൾ നാളെ പത്രത്തിൽ കേട്ടോ. അത് ഞങ്ങളെടുത്തേക്കാണ്. വേറെ ഒരു പ്രത്യേക ഒരു ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ, ത്വരീഖത്തല്ല, പ്രത്യേക എന്തോ ഒരു മതമാണ്. അതിനെ പറ്റിയിട്ടുള്ളൊരു തീരുമാനമുണ്ട്. അതൊക്കെ അടുത്ത് ഇവിടെ എഴുതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.